students, welcome all. Today we are going to study a new chapter. It's a poem by Sarojini Naidu, Song of a Dream. In the previous classes, we have completed the activities of maternity. I hope you have done the given activities. Okay, before going to the poem, let us discuss about the author. Sarojini Naidu, 13th February 1879 to 2nd March 1949, also known as the Nightingale of India, and the Nightingale was an activist of the freedom movement in India. ഇന്ത്യയിലെ freedom സ്വതന്ത്ര സമരങ്ങളുടെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. Her major contribution in the field of poetry were beautiful poem. അവിടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? പോയട്രി, ബ്യൂട്ടിഫുൾ പോയം ദാറ്റ് കുഡ് ഓൾസോ ബി സങ്. നമുക്ക് പാടാനൊക്കെ സാധിക്കുന്നതാണ്, പാടി രസിക്കാൻ സാധിക്കുന്ന പോയംസ് ആയിരുന്നു നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ. ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, ഏതൊക്കെ ഫേമസ് വർക്ക് നോക്കാം? ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് ആൻഡ് ദ സെപ്റ്റേർഡ് ഫ്ലൂട്ട്. ഇതൊക്കെയാണ് എന്ത് ഇവരുടെ സരോജിനി നായിഡുവിന്റെ ഗ്രേറ്റ് വർക്ക്സ്. ഇനി നമുക്ക് പോയം നോക്കാം. സോങ് ഓഫ് എ ഡ്രീം. Read and enjoy. A flower cannot blossom without sunshine and a man cannot live without love. ഒരു പുഷ്പത്തിന് സൂര്യപ്രകാശമില്ലാതെ പുഷ്പിക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ ഒരു മനുഷ്യന് സ്നേഹമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. Here is a poem by Sarojini Naidu that describe her dream world. ഇവിടെ ഒരു പോയമാണ് സരോജിനി നായിഡുവിന്റെ ഒരു ഡ്രീം വേൾഡ്, ഒരു എന്താണ് സ്വപ്നത്തിലുള്ള ഒരു ലോകത്തെ കുറിച്ച് പറയുന്ന ഒരു പോയമാണ് സോങ് ഓഫ് എ ഡ്രീം. ലെറ്റ്സ് ഗോ ടു ദ വേഴ്സ് ഓഫ് ദിസ് പോയം. Okay. Once in the dream of a night, I stood alone in the light of a magical wood, soul deep in visions that poppy-like sprang, and spirit of truth were the birds that sang, and spirit of love were the stars that glowed, and spirit of peace were the streams that flow. In that magical wood, in the land of sleep. എന്താ പറയുക? വൺസ് ഇൻ ദ ഡ്രീം ഓഫ് നൈറ്റ് ഐ സ്റ്റുഡ്. ഒരിക്കല് എന്റെ ഡ്രീം ഓഫ് നൈറ്റ്, രാത്രിയിലുള്ള സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെ നിന്നു. സ്റ്റുഡ് ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് മാജിക്കൽ വുഡ്. ഒറ്റയ്ക്ക് നിന്നു. എങ്ങനെ? ഇൻ ദ ലൈറ്റ് ഓഫ് മാജിക്കൽ വുഡ്. ആ മാസ്മരികമായ ആ വനത്തിൽ എന്ത് ചെയ്തു? ഞാൻ ഒറ്റയ്ക്ക് ആ പ്രകാശത്തിൽ ഇങ്ങനെ നിന്നു. സോൾ ഡീപ്പ് ഇൻ വിഷൻ ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. സോൾ ഡീപ്പ് ഇൻ വിഷൻ. എന്റെ മനസ്സിൽ, എന്റെ കാഴ്ചയിൽ എന്തുണ്ടായിരുന്നു? ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ആ പോപ്പി ചെടികൾ ഇങ്ങനെ തുള്ളിച്ചാടുണ്ടായിരുന്നു. സ്പ്രാങ് മീൻസ് തുള്ളിച്ചാടുക. ആൻഡ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ദേവതകൾ ആരായിരുന്നു? were the birds that sang. അവിടെ പാടി പാടി പറന്ന് നടക്കുന്ന ബേർഡ്സ് ആയിരുന്നു. ആര്? സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ദേവത. ആൻഡ് സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ദേവത ആരായിരുന്നു? were the stars that glowed. അവിടെ അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന സ്റ്റാർസ്, നക്ഷത്രങ്ങളായിരുന്നു അവിടുത്തെ എന്ത്? സ്നേഹത്തിന്റെ ദേവതകൾ. And spirit of peace were the streams that flowed. അവിടുത്തെ പീസ്, സമാധാനത്തിന്റെ ദേവതകൾ ആരായിരുന്നു? the streams that flowed. അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളായിരുന്നു എന്ത്? അവിടുത്തെ spirit of peace. in that magical wood, in the land of sleep. എന്താ? എവിടെയാണ്? in that magical wood. ആ മാജിക്കൽ, ആ മാസ്മരികമായ വനത്തിൽ. in that land of sleep. ആ ഉറക്കമെന്ന ലാൻഡ്, ആ ലോകത്ത്. Okay, next verse നോക്കാം. Lone in the light of that magical glow, I felt the stars of the spirit of love gather and gleam around my delicate youth, and I heard the song of the spirit of truth. To quench my longing, I bent me low by the stream of the spirit of peace that flows in that magical wood, in the land of sleep. Lone in the light of that magical glow. ആ ഒറ്റയ്ക്ക്, ആ മാജിക്കൽ, ആ മാസ്മരിക വനത്തിന്റെ പ്രകാശത്തിൽ ഞാൻ തനിച്ച്. I felt the stars of the spirit of love. എനിക്കിങ്ങനെ തോന്നി. എന്ത്? stars of the spirit of love. ആ നക്ഷത്രങ്ങളായ സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആ ദേവതകളെ gather and gleam round my delicate youth. എന്റെ യുവത്വത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് തോന്നി. and I heard the song of the spirit of truth. and ഞാൻ കേട്ടു എന്ത്? the song of the spirit of truth. ആരായിരുന്നു spirit of truth? birds. ആ ബേർഡ്സിന്റെ സോങ് ഞാൻ ഇങ്ങനെ കേട്ടു. to quench my longing. എന്റെ ആവശ്യം ഇങ്ങനെ തീർക്കാം, പൂർത്തീകരിക്കുക. അതിനു വേണ്ടി I bent me low. ഞാൻ ഇങ്ങനെ താഴ്ന്നു, കുറച്ച് വളഞ്ഞു.
by the streams of the spirit of peace that flows. എവിടെയായിരുന്നു? by the streams, ആ അരുവികളിലെ ഏത് അരുവികളായിരുന്നു? that spirit of peace that flow, സമാധാനത്തിന്റെ ദേവതകൾ ഇങ്ങനെ ഒഴുകുന്ന ആ സ്പിരിറ്റ് ഓഫ് പീസിൽ ഞാൻ ഇങ്ങനെ കുനിഞ്ഞു. in that magical wood in the land of sleep, ആ മാജിക്കൽ വുഡിൽ, ആ മാസ്മരിക വനത്തിൽ, in the land of sleep, ആ ഉറക്കമെന്ന ലോകത്ത്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇമാജിനറീസ് ആൻഡ് മച്ച് മോർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു പോമാണ് സോങ് ഓഫ് എ ഡ്രീം. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ ആക്ടിവിറ്റീസ് ഓഫ് ദിസ് സോങ്. ഓക്കെ, okay, first one, let us revisit and enjoy the poem. നമുക്ക് ഈ പോയം ഒന്ന് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ചാപ്റ്ററിലും നമ്മൾ കാണാറുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ഹെർ ഡ്രീം ദ പോയറ്റ് സ്റ്റുഡ് ഇൻ എ മാജിക്കൽ വുഡ്. അവളുടെ സ്വപ്നത്തിൽ ഈ പോയറ്റ് ഒരു മാജിക്കൽ, ഒരു മാസ്മരിക, ഒരു മാന്ത്രികമായ ഒരു വനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹാവ് യു എവർ ബീൻ ടു എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ ഇൻ ഡ്രീം? നിങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ലാൻഡിൽ പോയിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി എന്ത് ചെയ്യുക? അത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സ്വപ്നത്തിൽ അങ്ങനെ രോഗം കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കാം. വാട്ട് ആർ ദ spirit of peace, truth, love and love compared to. ഇവിടെ പീസ്, ട്രൂത്ത്, ലവ് എന്തിനോട് കമ്പയർ ചെയ്തിട്ടുള്ളത്? പീസ് കമ്പയർഡ് വിത്ത് സ്ട്രീം, ട്രൂത്ത് വിത്ത് ബേർഡ്സ് ആൻഡ് ലവ് വിത്ത് സ്റ്റാർസ് അല്ലെ. അപ്പൊ ഓരോന്ന് കമ്പയർ ചെയ്ത് എന്താ ചോദിക്കുന്നത്? മൂന്നാമത്തെ, വൈ ആർ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് കമ്പയർഡ് ടു ബേർഡ്? ഈ ദേവതകൾ, സത്യത്തിന്റെ ഈ സ്പിരിറ്റ് ദേവതകൾ എന്തുകൊണ്ടാണ് ബേർഡ്സിനോട് കമ്പയർ ചെയ്തിട്ടുള്ളത്? ദാറ്റ്സ് കാരണം എന്താ? ഈ സത്യം എന്ത് ചെയ്യണം? സ്പ്രെഡ് ചെയ്യണം. ഈ ബേർഡ്സ് എന്ത് ചെയ്യും? പാറി പറന്ന് എല്ലായിടത്തും സോങ്ങുകൾ പാടും. നല്ല ആ സത്യം എന്ത് ചെയ്യണം? പരക്കണം. അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് സത്യം, ട്രൂത്ത് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, വാട്ട് ഇസ് ദ പോയറ്റ് കമ്പയർ ദ സോൾഫുൾ വിഷൻ ടു? കമന്റ്. എന്തിനോടാണ് സോൾഫുൾ വിഷനെ കമ്പയർ ചെയ്തിട്ടുള്ളത്? എന്തിനോടാണ്? പോപ്പി ലൈക്ക് ഫ്ലവേഴ്സ് ദാറ്റ് സ്പ്രാങ്. തുള്ളിച്ചാടുന്ന പോപ്പി ചെടികളോടാണ് എന്തിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്? ആ സോൾഫുൾ വിഷനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. വാട്ട് ഡു ദ സ്പിരിറ്റ് ഓഫ് ലവ് ഡു? സ്പിരിറ്റ് ഓഫ് ലവ് ആരാണ് ഇവിടെ? യെസ്, സ്പിരിറ്റ് ഓഫ് ലവ്, that is stars. എന്താണ്? stars gleam around the delicate youth of the author. Sixth one, how does the poet quench her longing? In the last stanzas, the poet bent her low before the stream that of the spirit of peace. Okay, seventh one, what is the magical wood referred to here? എന്താണ് ഈ മാജിക്കൽ വുഡ്, മാസ്മരിക മാന്ത്രിക വനം എന്തിനോടാണ് റെഫർ ചെയ്തിട്ടുള്ളത്? റെഫേഴ്സ് ടു ബ്യൂട്ടിഫുൾ നാച്ചർ, മനോഹരമായ പ്രകൃതിയെയാണ് അല്ലെ. വളരെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ബേർഡ്സിനെ പറയുന്നുണ്ട്, സ്ട്രീംസിനെ പറയുന്നുണ്ട്, സ്റ്റാർസിനെ പറയുന്നുണ്ട്. ഒരു നാച്ചർ, ഒരു ബ്യൂട്ടിഫുൾ നാച്ചറിനെ ആണ് എന്ത് ചെയ്യുന്നത്? ഈ മാജിക്കൽ വുഡ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, then first activity നോക്കാം. read the poem again and pick out nouns and verb and write them in the circles. ആ പോയം ഒന്നുകൂടെ വായിച്ചിട്ട് അതിൽ നിന്ന് വെർബും നൗണും ഒന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അതിൽ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്ത്? സ്ട്രീമുള്ള നൗണാണ് ക്ലിയർ സ്ട്രീം അല്ലെ. ഗ്ലീം നൗണാണ് പ്രകാശിക്കുക അല്ല. ഗ്ലീം എന്താണ്? വെർബാണ് പ്രകാശിക്കുക. ഗ്ലീം ബ്രൈറ്റ്ലി. ഇനി അതുപോലെ വേറെ ഏതൊക്കെയുണ്ട് ഒന്ന് നോക്കൂ. യെസ്, ഗ്രോ മാജിക്കൽ ഗ്രോ അല്ലെ. ഗ്രോ എന്ന നൗണ് എങ്ങനെ മാജിക്കൽ ഗ്രോ എന്ന് പറയാം. ഓക്കെ, then gather means വെർബാണ്. gather around ചുറ്റും gather ചെയ്യാം. പിന്നെ വുഡ് വനമാണ്. എന്ത്? മാജിക്കൽ വുഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ ബെൻഡ്, കുനിയ. ബെൻഡ് എങ്ങനെ? ലോ, തായ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറയാം? stood നിൽക്കുക എങ്ങനെ? alone. stood alone in the magical wood പറയുന്നത് stood alone. okay, then next sprang പോപ്പി ലൈക്ക് പറഞ്ഞില്ലേ, അങ്ങനെ പോപ്പി ചെടികളെ പോലെ തുള്ളിച്ചാടുക. സ്പ്രാങ് തുള്ളിച്ചാടുക വെബല്ലേ. പിന്നെ ഒന്നുകൂടെ കൊടുക്കാം. എന്താ കൊടുക്കുക? യൂത്ത്, യുവത്വം. ഡെലിക്കേറ്റ് യൂത്ത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഓരോ വേർഡിന് കൂടെ എക്സ്ട്രാ ഒരു വേർഡ്സ് ഉണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളതാണ്. Now let us write sequence about the word in the circle or about any person you like.
in the following pattern. ഒരു സിക്വൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ആ കൊടുത്ത വേർബ്സ് അല്ലെങ്കിൽ ആ നൗൺസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു സിക്വൻ ഉണ്ടാക്കുക. എന്താണ് സിക്വൻ എന്ന് നോക്കാം. സിക്വൻ എ ഷോർട്ട് പോം ഓഫ് 5 lines, 5 വരികളുള്ള ഒരു ഷോർട്ട് പോം ആണ് സിക്വൻ. വിത്ത് ഫോളോയിങ് പാറ്റേൺ. പാറ്റേൺ എന്താണ്? ഫസ്റ്റ് പാറ്റേൺ, ഫസ്റ്റ് ലൈൻ എന്തായാലും വേർഡ് ഓർ നൗൺ എന്താണ് കൊടുക്കുക ഫസ്റ്റ്. സെക്കൻഡ് ആയിരിക്കണം ദ വേർഡ് ഡിസ്ക്രൈബ് ചെയ്ത നൗണ്. ഫ്രണ്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്, സ്വീറ്റ് ഫ്രണ്ട് ആണ്, ട്രൂത്ത്ഫുൾ ഫ്രണ്ട് ആണ്. അപ്പൊ ആ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതായിരിക്കണം സെക്കൻഡ് ലൈനിൽ വരുന്നത്. തേർഡിൽ എന്തായിരിക്കണം 3 words ഷോയിങ് വാട്ട് ദ നൗൺ ഡസ്. ഈ നൗൺ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത നൗൺ ചെയ്യുന്ന 3 കാര്യങ്ങളൊന്ന് വിവരിക്കാം, ആക്ഷൻസ് കൊടുക്കാം. ഏതൊക്കെ? ഹെൽപ്പിംഗ് ആണ്, കെയറിംഗ് ആണ്, ഗൈഡിങ് ആണ്. ഓക്കെ, അപ്പൊ 3 സ്റ്റാൻസ് ആയി, 5 സ്റ്റാൻസ് ഉണ്ടാവുന്ന പറഞ്ഞത്. നാലാമത്തെ എ ഷോർട്ട് സം സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സബ്ജക്ട്. സബ്ജക്റ്റിനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം. ആൾവേസ് ലൈക്ക് എ ഷെയ്ഡ് വിത്ത് അസ്. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഷെയ്ഡ് ആയിട്ട് തണലായിട്ടുണ്ടാവും. അനദർ വേർഡ് സിനോണിം വിത്ത് നൗണ്. ഈ നൗണിന്, ഈ ഫ്രണ്ടിൽ നിന്നുള്ള നൗണിന് പകരമായിട്ട് എന്ത് വേർഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ലവ്, സ്നേഹം. ഈ ഫ്രണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? സ്നേഹമാണ്, സ്വീറ്റ് ആണ്, ട്രൂത്ത്ഫുൾ ആണ്, ഹെൽപ്പിംഗ് ആണ്, കെയറിംഗ് ആണ്, ഗൈഡിംഗ് ആണ്. ഓൾവേസ് ലൈക്ക് എ ഷെയ്ഡ് വിത്ത് അസ്. ഓക്കെ, അതിന് സിനോണിം ആയിട്ട് ലവ് എന്നൊരു വേർഡും കൊടുത്തു. ഓക്കെ, ദ ആക്ടിവിറ്റി for you is that you may read aloud the first 4 lines of the sequence. നിങ്ങൾ ഫസ്റ്റ് 4 lines എന്ത് ചെയ്യുക, വായിക്കുക. and ask your friends if they can guess what the last line could be. നിങ്ങളൊരു സിക്വൻസ്, നമ്മൾ കടങ്കഥ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതെന്താണ് അതിന്റെ ആൻസർ വരിക എന്നുള്ള അതാണ് ഈ സിക്വനോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു 4 lines ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക എന്തായിരിക്കും ഇവിടെ ഞാൻ ഉദ്ദേശിച്ച 5ാമത്തെ ലൈന്. ദാറ്റ്സ് an activity for you. okay. Okay, activity 2, identify the key moments in the poem. ഈ പോയത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ദ പോയറ്റ് ഡ്രീംസ് ഓഫ് ബീങ് ഇൻ എ മാജിക്കൽ വുഡ്. ഒരു മാന്ത്രികമായ ഒരു വനത്തിൽ അല്ലെങ്കിൽ മാസ്മരികമായ ഒരു വനത്തിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇയാൾ ഡ്രീം ചെയ്യുന്നുണ്ട് ആര്, ഈ പോയറ്റ്. പിന്നെ എന്തൊക്കെ കൊടുക്കുക, പിന്നെന്താണ് ഈ ഓതർ സ്റ്റാൻഡിങ് എലോൺ ഇൻ ദ വുഡ്. ഈ വുഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് പീസ്, ലവ് ആർ കമ്പയർഡ് വിത്ത് സ്ട്രീം, ബേർഡ് ആൻഡ് സ്റ്റാർസ്. ഓൾസോ ദ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് സ്റ്റാർസ് ആർ gathered and gleamed around her delicate youth. These are the key moments of that poem, and the question is which of them appeal to you most. ഇതിൽ ഏറ്റവും നിങ്ങളെ ആകർഷിച്ച ഏതാണ്? വൈ, എന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് പോയം ഒന്ന് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ ഇതിനായിട്ടൊരു സെഷൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. റീഡ് ദ എക്സ്പ്രഷൻ മാജിക്കൽ വുഡ്. ഈ മാന്ത്രിക വനം അല്ലെങ്കിൽ മാസ്മരിക വനം എന്ത് ചെയ്യുക, ഒന്ന് വായിക്കാം. വാട്ട് പിക്ചർ കം ടു യുവർ മൈൻഡ്. അപ്പൊ ഈ പറയുന്ന ഒരു പിക്ചർ, ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരും. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഡിസ്ക്രൈബ് ദി പിക്ചർ. ഡ്രോ ദി പിക്ചർ ഇൻ യുവർ ഓൺ വേ. നിങ്ങൾക്ക് ആ മാജിക്കൽ വുഡിൽ വരേണ്ട ഒരു പിക്ചർ എന്തൊക്കെയുണ്ടാവും? ഒരു സ്ട്രീം ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും, ഈ ഓദർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, സ്റ്റാർസ് ഇങ്ങനെ ഗ്ലീം ഉണ്ടാവും, ബേർഡ്സ് ഇങ്ങനെ പാറി നടക്കുന്നുണ്ടാവും. ദ പോയറ്റ് ഈസ് ഗിവൻ എ ക്ലിയർ പിക്ചർ ഓഫ് എ മാജിക്കൽ വുഡ് യൂസിങ് വേർഡ്സ്. എന്ത് ചെയ്യണേ, ഒരു മാജിക്കൽ വുഡിനെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് പോയറ്റ് നമുക്ക് തരികയാണ്, ഒരു ക്ലിയർ ചിത്രം തരികയാണ്. സച്ച് word picture are called, we have already studied, that is imagery. അങ്ങനത്തെ ഒരു നമുക്കൊരു ഇമേജ് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന വേർഡ്സിനെയാണെന്ന് പറയാ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ എന്താണ് ഇമേജറി എന്ന് പറയാ. നോക്കാം. ഇമേജറി, ലാംഗ്വേജ് ദാറ്റ് മേക്ക് പീപ്പിൾ ഇമേജിൻ പിക്ചർ ഇൻ ദെയർ മൈൻഡ്സ്. ഒരാളുടെ മനസ്സിൽ പിക്ചേഴ്സ് ഇമാജിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഭാഷ, അതാണ് എന്ത് ഇമേജറി. ഓക്കെ, they appeal to our sense of sight. നമ്മുടെ കാഴ്ചയെ ആകർഷിക്കും. സൗണ്ട്, ടേസ്റ്റ്, ടച്ച്, സ്മെല്ല്. ഇമേജറി ഉണ്ടായിരുന്നു. ഓൾഫാക്ടറി, ടാക്ടൈൽ, ഗസ്റ്റാച്ചറി, ഓഡിറ്ററി. ഓക്കെ, ഇങ്ങനെ ഇമേജറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇമേജറി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ പോയത്തിൽ ഏതെല്ലാം ടൈപ്പുള്ള ഇമേജറി നമുക്ക് കിട്ടുന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, പിക്ക് ഔട്ട് ദ ഇമേജ് ഓഫ് സൈറ്റ് വിഷ്വൽ ഫ്രം ദ പോയം. ഈ പോയത്തിൽ കുറെ വിഷ്വൽ ഇമേജസ് ഉണ്ട്. അതൊന്ന് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. വിഷ്വൽ ഇമേജസ് തമ്മിൽ വിഷ്വൽ ഇമേജസ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 4 എന്ന് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 4 ഓൾസോ വി ഹാവ് സ്റ്റഡീഡ് ഇൻ എ സ്പെഷ്യൽ സെക്ഷൻ അല്ലെ. ഒരു പ്രത്യേക ഒരു സെഷനിൽ നമ്മൾ ഈ ആക്ടിവിറ്റി 4 അതായത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പഠിച്ചതാണ്. ഓക്കെ,
നോക്കാം. എ ഫ്യൂ പോയറ്റിക് ഡിവൈസസ് ആർ ഗിവൺ ബിലോ. കുറച്ച് പോയറ്റിക് ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദം അഗെയിൻസ്റ്റ് ദെയർ കറക്റ്റ് മീനിങ് ഗിവൺ ഇൻ കോളം ബി. കോളം ബിയിൽ അതിനോട് യോജിക്കുന്ന മീനിങ്ങിനോട് യോജിക്കുന്ന എന്ത് ചെയ്യുക, അത് ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച് നോക്കുക. ദെൻ കംപ്ലീറ്റ് കോളം സി. എന്നിട്ട് എന്ത് ചെയ്യുക, കോളം സി കംപ്ലീറ്റ് ചെയ്യുക. പോയറ്റിക് ഡിവൈസസ് ഫസ്റ്റ് എന്താ, ബി കോളത്തിൽ വാട്ട് ദേ സ്റ്റാൻഡ് ഫോർ. എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ട് രണ്ട് അൺലൈക്ക് തിങ്ങിനെ കമ്പയർ ചെയ്യുന്നതിന് എന്താണ് പറയാ? യെസ്, സിമിലി. ഓക്കെ. ദെൻ second one, a direct comparison between unlike things stating that one is the other or does the action of the other. ഒരു ഡയറക്റ്റ് കമ്പാരിസൺ, അൺലൈക്ക് ഒരുപോലെ അല്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാം. The moon is white, the cloud is snow. The cloud is snow. Actually, cloud is not snow. That white tree is compared with snow. That such kind of comparison is known as metaphor. Okay, you are correct, metaphor. And third one, repeated consonant sounds at the beginning of the words in the same line. ഒരേ ലൈനിൽ consonant sounds repeat ചെയ്ത് വരിക. She sells, she shells. That is alliteration. Yeah. Then fourth one is given human trait and quality to an inanimate object. ഒരു ജീവനില്ലാത്തൊരു വസ്തുവിനെ എന്ത് ചെയ്യുക, ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകുക. The flower is dancing. That's an example for personification. And you have to complete the C part example from the poem for simile, metaphor, personification and alliteration, and this is the work for you in this activity. Okay, and final activity is activity 5. It's an important activity. In every question we will be asked to write an appreciation of any of the poem in our chapters. Okay, so you have to learn this appreciation well. I will give you a short form of this appreciation and you have to make it a broader one by using some kind of reference to our textbook and so on. Okay, before that I will read the question. Write an appreciation of the poem. You may get the ideas from the sample guidelines below. കുറച്ച് ഗൈഡ്ലൈൻസ് കുറച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുക, ഒരു അപ്രീസിയേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഓതർ, മെയിൻ തീം. ഈ ഓതർ ആരാണ്, അതുപോലെ ഇതിന് മെയിൻ തീം എന്താണ് ഈ പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്, അതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്. പിന്നെ ലിറ്ററൽ മീനിങ്, പാരാഫ്രൈസ് ചെയ്യാത്ത മീനിങ്ങും കാര്യം, ഓരോ ഫ്രേസ് വൈസ് ആയിട്ടുള്ള മീനിങ് കാര്യങ്ങളൊക്കെ. ഇമേജറി, നമ്മൾ പഠിച്ച ഇമേജസ് ഏതൊക്കെ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കുക. ലിറിക്കൽ ക്വാളിറ്റീസ്, അതായത് നമ്മുടെ നല്ല താളം, അത് സൗണ്ട്, റൈമിംഗ് സ്കീംസ് ഉണ്ടാവും. അതേപോലെ അലിട്രേഷൻ, ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഫിഗറേറ്റീവ് മീനിങ്, പോയറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള സിമിലി, മെറ്റഫർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ മെസ്സേജ്, എന്താണ് ഇതിന് മെസ്സേജ് കൺവേ ചെയ്യുന്നത്, അതിന്റെ ജസ്റ്റിഫിക്കേഷൻ, അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. കൺക്ലൂഷൻ, ഇവാലുവേഷൻ ഓഫ് ദ പോയം, ഓവറോൾ ഈ പോയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോ ഐ വിൽ ഗിവ് എ ഷോർട്ട് ടൈപ്പ് ഓഫ് appreciation and you have to make your own appreciation by using the direction given in your textbook. Okay, we can start the appreciation like this. The poem Song of a Dream by Sarojini Naidu is a philosophical poem about the magical land she dreams of. എന്താണ് ആരാണ് ഈ പോയത്തിന്റെ ഓതർ? സരോജിനി നായിഡു ആണ്. ഇതിൽ എന്താണ് തീം എന്താണ്? ഫിലോസഫിക്കൽ പോയമാണ്. അതെന്താണ്? ഒരു മാജിക്കൽ ലാൻഡിൽ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹെർ ഡീപ് ലോങ്ങിങ് ഫോർ എ പീസ്ഫുൾ ലാൻഡ്, അവരുടെ ആഗ്രഹമാണ് ഒരു സമാധാനപരമായ ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതെന്താണ്? നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എഴുതിയതാ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു ഫുൾ അട്രോസിറ്റീസ് ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു പീസ്ഫുൾ ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ്ങിങ് വരും, ആശയാകാം. ഇൻ ദ മാജിക്കൽ വുഡ് ഫിൽഡ് വിത്ത് ട്രൂത്ത്, അവിടെ സത്യങ്ങളാണ് നിറഞ്ഞിട്ടുള്ളത്. ലവ്, സ്നേഹമാണ്. ആൻഡ് പീസ് ഇസ് ക്ലിയർലി റിഫ്ലക്റ്റഡ് ഇൻ ദ പോയം. എന്ത് ചെയ്യുക, ആ പോയത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. The poet has beautifully interwoven the abstract philosophies like truth, love and peace and has personified the pupils, birds, stars, streams. ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ട്രൂത്തിനെ സ്ട്രീം ഓഫ് ഇതിനോട് കമ്പയർ ചെയ്യുക, അതൊക്കെ നിങ്ങൾ കൊടുക്കാം. അതേപോലെ ലവിനെ എന്തിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്തിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ഡെലിക്കേറ്റ് യൂത്ത് എന്തൊക്കെയോ ഒന്ന് ഗ്ലീം ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുക, ഷി കമ്പയർസ് യൂസിങ് മെറ്റഫോർ, സിമിലി,
about how the spirit of truth spread like birds, spirit of love shine like stars in the cloud night, spirit of peace flow like a silent stream. She has used certain word repeatedly to emphasize its importance like spirit magical. ഇങ്ങനെ ഓരോ കമ്പയർ എന്തൊക്കെ മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത്, അത് ഓരോ മെറ്റഫേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യുക അപ്രീസിയേഷൻ ചെയ്താൽ, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്, ഇതല്ല ഇത് നിങ്ങൾക്ക് എക്സാമിന് എഴുതിയ മാർക്ക് വരില്ല, കാരണം ഇത് ഷോർട്ട് ആയിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ലൈൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു അപ്രീസിയേഷൻ എഴുതാം. ഓക്കെ, ഈ പോയത്തിന് ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് ചോദിക്കാം, പിന്നെ അതുപോലെ ഈ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുക. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദ ചാപ്റ്റർ Song of a Dream, and we will meet with a new chapter in the coming sessions. Thank you.